പിഴിഞ്ഞൊഴിക്കാം. മുകളിലത്തെ മുറിയിലും മരം കയറി കുതിര, താഴത്തെ മുറിയിലും മാർവാടി കുതിര. അല്ല കുഞ്ഞമ്മേട്ട, ആക്ച്വലി സന്നിധിനെതിൽ ഏതിനെ കെട്ടും? ഭാഗ്യവാൻ, അവന് ഭാഗ്യവാൻ. രണ്ടിനെയും കെട്ടും. രണ്ടിനെയോ? നീ നോക്കിക്കോ, ഇതൊരു ഇരട്ട ക്ലൈമാക്സ്. എന്ന് വെച്ചാ ഊട്ടി വെച്ച് അവരിവളെയും നാട്ടിൽ വെച്ച് അവളെയും കെട്ടും. പക്ഷെ ഞാൻ ഇന്ന് രണ്ടിനെയും തട്ടും. ഇങ്ക വെച്ച് തണ്ണി சாப்பிடக்கூடாதுன்னு சொல்லிருக்கல. പിന്നെ எதுக்கு சாப்பிட்டேன்? மன்னிச்சிருங்க சாமி, இந்த தണുപ്പ് தாங்க முடியல, அதனால ரெண்டு சாப்பிட்டேன். இந்த ஆளு லைஃப் ஃபெயிலியர். പോയി തൂകലാ. ഒരിക്കൽ ഞാനത് ചെയ്യും സ്വാമി. തൂങ്ങി ചാവാനല്ലേ പറഞ്ഞ, പോയി കിടന്നുറങ്ങാൻ. നീ പോടാ. മിതുമത്തുള്ള കേട്ടാമേ. അയ്യോ, നേരെ ഒത്തിരി. എന്നാ ഞാൻ പോട്ടെ. ഇവിടുത്തെ വാച്ചർ മുത്തുസ്വാമി ഭയങ്കര സ്ട്രിക്റ്റാ. അയാളോട് പോവാൻ പറ. എന്റെ ഭാഗ്യ സണ്ണിച്ചൻ ഇവിടെ വെച്ച് കണ്ടത്. എങ്കിലും ഒന്നും മിണ്ടാതിങ്ങി പോന്നില്ലേ? അത് പിന്നെ ആ രക്തം ബായിക്ക് എന്നെ കണ്ടാ കൊല്ലണം തോന്നും. അപ്പൊ പിന്നെ എനിക്ക് ദേഷ്യം പറ്റില്ലേ, ഞാൻ അയാളെ കൊല്ലും. ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ. അപ്പൊ പിന്നെ ഗുഡ് നൈറ്റ്. അയ്യോ, നാളെ നമുക്ക് ഒത്തിരി നേരെ സംസാരിച്ചിരിക്കാം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. 1 4 3 1 4 3. ഓ കർത്താവേ, രക്ഷപ്പെട്ടു. എന്തിനാ ഈ പുറത്തിറങ്ങി നിൽക്കുന്നത്? അകത്ത് കയറി ഇരുന്നൂടെ? നാട്ടിൽ നിന്ന് വന്നവര് മുഴുവൻ പെണ്ണുങ്ങളല്ലേ? അതെ, പെണ്ണുങ്ങളാണെങ്കിലും അവർക്ക് കാണുങ്ങളുടെ സ്വഭാവം. അവരെങ്ങാനും നിന്നെ കണ്ട ഉടനെ രക്തമായി വിവരം അറിയിക്കും. പിന്നെ അറിയാലോ, ആ മുത്തുസ്വാമി ഇപ്പൊ എന്നോട് ചോദിച്ചു സാർ എന്തിയെന്ന്. കർത്താവേ, ഞാൻ പറഞ്ഞു കിടന്നുറങ്ങാന്ന്. മിടുക്കി, നിനക്ക് വിവരമുണ്ട്. അവയും കിടന്നുറങ്ങിക്കോ. ഇനി ആ വാച്ചൃതണ്ടിയുടെ കണ്ണ് വെട്ടിച്ച് ഞാൻ എങ്ങനെ അവന്മാരുടെ മുറി കയറും? എന്റെ ഈശോയെ. சுவாமி சரணம். முத்துசாமி இன்னும் ஆட்டோஸுக்கு போயில்லையா? அந்த சோனி அம்மாவுக்கும் ഫ്രണ്ട്സുക്കും മുകളിൽ റൂം കൊടുത്തപ്പോഴേ ഇതുപോലെ എന്തെങ്കിലും നടക്കുമോ എന്നെനിക്ക് സംശയമുണ്ടായിരുന്നു. അയ്യോ, ഞാൻ അറിയാൻ സാർ. ഈശ്വരൻ എല്ലാ സത്യവും എന്നോട് തുറന്നു പറഞ്ഞു. പറഞ്ഞു. അന്ത പൊണ്ണിനെ കല്യാണം നിശ്ചയിച്ചിട്ട് സാർ അവരറിയാതെ ഇന്ത പൊണ്ണിനെ കല്യാണം ഇപ്പൊ ഇന്ത പൊണ്ണിനെ ഉറക്കി കിടത്തിയിട്ട് സാർ അന്ത പൊണ്ണിന്റെ അടുത്ത് പോയി സംഗമിക്കാൻ ആഗ്രഹിച്ചില്ലേ? അയ്യോ മുത്തുസ്വാമി, കഴുത്തിൽ താലി കെട്ടിയാൽ പിന്നെ അവളാണ് സ്വന്തം ഭാര്യ. ആ ഭാര്യയെ പറ്റിച്ചിട്ട് ഇങ്ങനെ തപ്പ് പണാൻ ഞാൻ സമ്മതിക്കില്ല. സാർ റൂമിലേക്ക് ചെല്ല്. ഞാൻ മുകളിലത്തെ മുറിയിലേക്ക് പോകാനല്ല. വേണ്ട സാർ, തിരുട്ട് വേല പண்றவரெல்லாம் இப்படித்தான் சொல்லும். സാറ് ചെല്ല്. ഇനി വാതിലടയ്ക്ക്. പിന്നെ മറ്റേ വാതിൽ വഴി പുറത്ത് കിടക്കാന്ന് വിചാരിക്കണ്ട, അത് ഞാൻ പൂട്ടിയിരിക്കുക. എന്റെ സ്വഭാവം ശരിക്കും അറിഞ്ഞൂടാ. അവന്റെ കയ്യും കാര്യം ഞാൻ തല്ലി ഓടിച്ച് പൊണ്ടാൻ. ആ മുത്തുസ്വാമി തെണ്ടി അവന്റെ അമ്മ ചെകുത്താനെ കടലിൽ നടക്കാന്ന് പറഞ്ഞു കിടന്നുള്ളൂ. ഞാൻ കാരണം മനസ്സമാധാനായിട്ട് സണ്ണിച്ചനൊന്ന് ഉറങ്ങാനും കൂടി പറ്റാതായല്ലേ? അങ്ങനെയൊന്നുമില്ല. ഞാൻ താഴെ കിടക്കാം, സണ്ണിച്ചൻ കട്ടിലിൽ കിടന്നോ? അതൊന്നും വേണ്ട, ഞാൻ ഇപ്പൊ പൊക്കോളാം. ആ നശിച്ച സ്വാമി ഒന്ന് പോയാൽ മതിയായിരുന്നു. ഇവിടെ കിടക്കാൻ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. പിന്നെന്താ? അത് ശരിയല്ല, അതുകൊണ്ടാ. ഞാൻ ഒന്നുകൂടി പോയി നോക്കട്ടെ. അയ്യോ, ആകെ കുഴപ്പമായി. രക്തമായി അറിയുന്ന പെണ്ണ കട്ടിലടി കയറി ഒളിച്ചോ? പറ്റില്ല. എന്നാ പിന്നെ എവിടെയെങ്കിലും പോയി ഒളിക്കേ. എവിടെയെങ്കിലും പോടി. വല്ല പാകിസ്ഥാൻ ബോർഡറിൽ പോയി ഒളിക്കേ. ഇതിനകത്ത് നീളമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നേരെ കിടക്ക്. മൂടി കിടക്കേ. മുഖം മൂടി. ചവപ്പറമ്പിലേക്ക് എടുക്കാനല്ല മുഖം മൂടിയിട്ട്. ഇത് വെച്ചാൽ മൂട്. മൊത്തത്തില് ശ്വാസം മുട്ടി ചാവാണേ ചാവ്. ഇവിടെ നിന്ന് അങ്ങനെ അനങ്ങിപ്പോയ കുന്നുകളെ ഞാൻ അങ്ങനെ തന്നെ. ഓ, തുണി ഉണക്കാൻ കണ്ട സ്ഥലം ശവം. എന്താ സോണിയ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അയ്യോ, പറ്റില്ല. അത് കയറാൻ പറ്റില്ല. അത് പിന്നെ അയ്യേ, മുത്തുസ്വാമി അറിഞ്ഞ നാണക്കേടല്ലേ? ആരറിഞ്ഞാലെന്താ? സണ്ണിച്ചൻ ഇവിടെ കണ്ട കാര്യം ഞാൻ ഡാഡിയോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. വ്യാകുല മാതാവേ, പറഞ്ഞു. സണ്ണിച്ചന്റെ കൂടെ ഇവിടെ ഒക്കെ ചുറ്റിയടിച്ചിട്ടേ ഞങ്ങൾ വരുന്നുള്ളൂ എന്നും പറഞ്ഞു. അല്ല, എന്നാലും സോണിയ ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇന്ന് മുഴുവൻ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. എങ്കിൽ നമുക്ക് വരാന്തേ പോയിരിക്കാം. നേരം വിളിക്കോളം സംസാരിച്ചിരിക്കാം. മഞ്ഞത്തോ? വരൂ. നമുക്ക് ഇവിടെ ഇരിക്കാൻ സണ്ണിച്ച. എന്റെ അമ്മോ, കാല് കാണാം. എന്താ? അല്ല, ഉടുത്തിരിക്കുന്ന ഉടുപ്പ് നൈസായുള്ള ഇടയിൽ കൂടെ കാല് കാണാന്ന് പറയായിരുന്നു.
എന്തായിരുന്നാല് പഴയ കട്ടിലായതുകൊണ്ട് ചിലപ്പോ തുളഞ്ഞകത്തേക്ക് പോയാലോ? ഇങ്ങനെ പേടിച്ചാലോ? അയ്യോ പാവം, ഫേസ് ആകെ വിളറി വെളുത്തല്ലോ. എന്റെ ഈ പാവം ചെക്കന ആ വട്ട് പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയെന്ന് ഞാൻ സംശയിച്ചല്ലോ എന്റെ മാതാവേ. സോറി സോറി സോറി. അയ്യോ അയ്യോ അയ്യോ. ഏയ് what happened? ഒന്നുമില്ല. സോണിയ മുറിയിലേക്ക് പോയി 10 നന്മ നിറഞ്ഞ മറിയമയൊക്കെ ചൊല്ലി കുരിശു വരച്ച് കമിഴ്ന്ന് കിടന്നോ. ഉറക്കം വരും. ഇവിടെ കിടന്നാലെന്താ? ഇവിടെ കിടന്ന അയ്യോ ആ കുഴപ്പാ. എന്താ? എന്റെ ചാരിത്രം നഷ്ടപ്പെടും. ആയിക്കോട്ടെ, നമ്മള് കല്യാണം കഴിക്കാൻ പോണവരല്ലേ സണ്ണിച്ച? അത് പിന്നെ സണ്ണിച്ച അതൊക്കെ ശരിയാ. എന്റെ പൊന്ന് സോണിയല്ലേ, ഇപ്പൊ ഇവിടുന്ന് പോ പ്ലീസ്. ഒന്നും പറയണ്ട, ഞാനിപ്പൊ പോണില്ല. അപ്പൊ ഇതാണ് എന്നെ മുറി കയറ്റാൻ പേടിച്ചതല്ലേ? സോണിയ പ്ലീസ്, ഞാൻ പറയട്ടെ, രത്തമ്പായിയെ പേടിച്ചാ ഞാൻ. വേണ്ട, ഇനി എന്തെങ്കിലും കള്ളം പറഞ്ഞ് എന്നെ വിട്ടിയാക്കാന്ന് കരുതണ്ട. ചതിയൻ നോക്കിക്കോ, വിടില്ല ഞാൻ. എന്നെ നോവിച്ചിട്ട് ഇവളോടൊപ്പം ജീവിക്കാന്ന് കരുതണ്ട. സോണിയ പറയണത്. എന്താടി, എന്തിനാ കരയുന്നത്? ഒന്നുമില്ലാതെ ആരെങ്കിലും കരയോ? ടെൽമി, എന്താ പ്രോബ്ലം? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഈ ലോകത്ത് ആരും വിശ്വസിക്കാൻ കൊള്ളില്ല, സ്നേഹിക്കാൻ കൊള്ളില്ല. ഞങ്ങൾ എന്ത് ചെയ്തെന്നാ പറയുന്നേ? ആരും ഒന്നും ചെയ്തില്ല. പ്ലീസ്. ഹലോ ഹലോ, ആരാ? സോണി മോളുണ്ടോ? ആ ഉണ്ട്, കൊടുക്കാം. ദേ നിന്റെ ഡാഡിയാ. വേണ്ട, നീ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്ക്. ഡാഡി. എന്താ മോളെ, എന്തിനാ കരയുന്നേ? സോറി ഡാഡി, സണ്ണിച്ചൻ എന്നെ ചതിച്ചു ഡാഡി. അയാളെ പെണ്ണിനെയും കൊണ്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഡാഡി, he's a cheat. പക്ഷെ വിടില്ല, ഞാൻ അയാളെ വിടില്ല. കൂൾ ഡൗൺ മോളെ, കൂൾ ഡൗൺ. മോളെ, ഹലോ. ഹലോ, അതെ സണ്ണിയ. എന്താ ഫാദർ? ആ, എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു? ഉവ്വ് മനസ്സിലായി, അന്ന് നമ്മൾ അവിടെ വെച്ചിട്ട് ആളല്ലേ? ആ, അത് ശരി. ഓ എന്റെ മാതാവേ. ശരി ശരി, ഓക്കെ. എന്താ? ഒക്കെ പറയാം. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ സണ്ണിച്ചന്റെ തീരുമാനം? എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനിയൊക്കെ തീരുമാനിക്കേണ്ട ദൈവമല്ലേ. അത് കയ്പായാലും മധുരമായാലും 2 കൈ നീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. സോണിയ, ഒരു യാത്ര പോലും ചോദിക്കാതെ പോവാണോ? ആരോടാ യാത്ര ചോദിക്കേണ്ടത്? എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ ചതിച്ചിട്ട്. സോണിയെ ആരും ചതിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനൊന്നും ഉണ്ടാവുന്ന കരുതിയല്ല സണ്ണിച്ചൻ. വേണ്ട, ഒന്നും കേൾക്കണ്ട. പക്ഷേ ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. സോണിയ, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഈ ഭൂമിയിൽ ആരുമില്ലാത്തവളാ ഞാൻ. ആരുമില്ലാത്തവരെ രക്ഷിക്കാൻ ഇപ്പൊ ഒരു അവതാര പുരുഷനുണ്ടല്ലോ. അതെ, സണ്ണിച്ചൻ എനിക്ക് ദൈവമാണ്, എന്നെ രക്ഷിച്ച ദൈവം. പക്ഷെ ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സ് പലതും മോഹിച്ചിട്ടുണ്ട്. തെറ്റാണെന്ന് എനിക്കറിയാം. എങ്കിലും സോണി വിചാരിക്കുന്ന പോലെ സണ്ണിച്ചൻ ഒരിക്കൽ. ഇനിയധികം കുമ്പസരിക്കണ്ട. എന്നോടിത് ചെയ്തതിന് നീ അനുഭവിക്കും. പാടി സണ്ണിച്ച, സോറിയാ. പോട്ടെ, പോകുന്നവരൊക്കെ പോട്ടെ.